Dear students, welcome to RM World. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡിൽ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ്. ഇതൊരു മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചാനലിൽ കെമിസ്ട്രിയും കൂടി ഉൾപ്പെടുത്തുകയാണ്. ആ ഒരു ബേസിലാണ് ഈ ഒരു ചാപ്റ്റർ ചെയ്യുന്നത്. ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഒരുപാട് അനിമേറ്റഡ് വീഡിയോ ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല കംഫർട്ടായിട്ട് നല്ല രീതിയിൽ ഓരോന്ന് മനസ്സിലാക്കി പഠിക്കാൻ സാധിക്കും. അപ്പം എല്ലാവരും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്റർ വൈസായിട്ട് തന്നെ നമുക്ക് പഠിക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ചുറ്റുമായി ഒരുപാട് വസ്തുക്കളുണ്ട്. ഇവയൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്, ഈ ഒബ്ജക്റ്റൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? നമ്മൾ ചുറ്റുമുള്ള വസ്തുക്കളെ പറ്റി പഠിക്കാൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ പറ്റി പഠിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഇല്ലേ? ഈ ഒബ്ജക്റ്റ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് മാറ്റർ കൊണ്ടാണ്. അപ്പോൾ എന്താണ് ഈ മാറ്റർ എന്ന് പറയുന്നത്? അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്? ഇവയൊക്കെ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളതും അത് തന്നെയാണ്, മാറ്ററിൻ്റെ പ്രോപ്പർട്ടീസ്. നമ്മൾ ഉപയോഗിക്കുന്ന പെന്നാവട്ടെ, ടേബിൾ ആവട്ടെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാവട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സാവട്ടെ, എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മാറ്റർ കൊണ്ടാണ്. നമുക്ക് പറയാം എല്ലാ സബ്സ്റ്റൻസിനെയും കവർ ചെയ്യുന്നത് മാറ്ററാണെന്ന് പറയാം. അതുപോലെ തന്നെ യൂണിവേഴ്സ് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് മാറ്റർ കൊണ്ടാണെന്ന് പറയാം നമുക്ക്. അപ്പം എന്താണ് ഈ മാറ്റർ എന്ന് പറയുന്നത്? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? മാറ്റർ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്കിപ്പം മനസ്സിലായി, പക്ഷെ അതിന് കറക്റ്റായിട്ടൊരു ഡെഫിനിഷൻ പറയാൻ നിങ്ങൾക്കിപ്പം പറ്റുന്നില്ലല്ലോ. അതെന്താണെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എനിത്തിങ് ദാറ്റ് ടേക്സ് അപ്പ് സ്പേസ് ആൻഡ് ഹാസ് മാസ്. അതായത് മാറ്റർ എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസുള്ളതുമായ എന്തിനേയും നമുക്ക് പറയാം? മാറ്റർ എന്ന് പറയാം. അപ്പോൾ നമ്മളുടെ ചുറ്റുമുള്ള മാറ്ററിനുള്ള എക്സാമ്പിൾസാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെ മാറ്ററാണ്. പക്ഷേ ഇതെല്ലാം ഡിഫറെൻറ്റ് ഫോംസിലുള്ളത്. മിൽക്ക് പോലെയാണോ ഒരു ബുക്കുള്ളത്, പെന്നുള്ളത്, ബലൂണ്, എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ മാറ്ററിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അത് ഏതൊക്കെയാണ്? നിങ്ങൾക്ക് ഇവിടെ ഡിഫറെൻറ്റ് ഫിഗേഴ്സ് കാണുന്നില്ല. അപ്പോൾ നമ്മൾ പണ്ട് മുതലേ കേട്ട് പരിചയമുള്ള 3 വേർഡ്സ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഈ മാറ്ററിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നുള്ളത്. അപ്പോൾ ഈ മാറ്ററിൻ്റെ പ്രോപ്പർട്ടീസാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. യൂണിവേഴ്സിലുള്ള എല്ലാ ഒബ്ജക്റ്റും ഉണ്ടാക്കിയിരിക്കുന്നത് മാറ്റർ കൊണ്ടാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ മാറ്റർ എന്തുകൊണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്? എല്ലാ മാറ്ററും സ്മോൾ പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ടൈനി പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് എല്ലാ മാറ്ററും ബ്രോക്കൺ അപ്പ് ചെയ്താൽ, അതായത് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സിമിലർ മാനറിലുള്ള സ്മോൾ പാർട്ടിക്കിൾസ് കിട്ടും. ഒരു എക്സാമ്പിളിന് നമ്മൾ ഐസ് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐസിൻ്റെ പോലത്തെ ചെറിയ ചെറിയ തരികളെല്ലാം നമുക്ക് കിട്ടുക. അതാണ് ഈ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, എല്ലാ മാറ്ററും സ്മോൾ പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ പാർട്ടിക്കിളിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അവ ഏതൊക്കെയാണ്? ആറ്റവും മോളിക്യൂൾസുമായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പം ആറ്റം എന്താണ്, മോളിക്യൂൾ എന്താണെന്നുള്ളത് നിങ്ങളെ സെക്കൻഡ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പം ജസ്റ്റ് ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമ്മൾ പാർട്ടിക്കിൾസിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ആറ്റം എന്നും മോളിക്യൂൾ എന്നും. അപ്പോൾ നിങ്ങൾ പഠിച്ചില്ല, മാറ്റർ പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ മാറ്റർ? ഇവിടെ ഞാൻ കുറേ എക്സാമ്പിൾസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൽ മാറ്റർ ഏതാണെന്നുള്ളത് നിങ്ങളൊന്ന് പിക്ക് ചെയ്താൽ, എല്ലാവരും വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് പിക്ക് ചെയ്താൽ വേഗത്തിൽ. അപ്പോൾ ക്ലാസ് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ഒരു ഇൻട്രാക്റ്റീവ് ആയാലേ നല്ലത്. ഞാനിങ്ങനെ പറയുമോ, നിങ്ങളിതിങ്ങനെ കേട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. ഇതുപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങളതിന് നല്ല ഫാസ്റ്റായിട്ട് ആൻസറൊക്കെ പറയുകയാണെങ്കിൽ ക്ലാസ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അല്ലേ? അപ്പോൾ എല്ലാവരും എഴുതിയോ നിങ്ങളെ നോട്ട്ബുക്കിലേക്ക്? എല്ലാവരും ഒന്ന് ഫാസ്റ്റായിട്ടൊന്ന് എഴുതി വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ഇത് തന്നെയാണോ? അതായത് ചെയർ, എയർ,
ആൽമണ്ട്, കൂൾ ഡ്രിങ്ക്, ഇതൊക്കെയാണ് എന്ത് മാറ്റർ എന്ന് പറയുന്നത്. അതെന്താ ലവും സ്മെല്ലും ഹെയ്റ്റും ഒന്നും മാറ്റർ അല്ലാത്തത്? അതായത് ഇതൊക്കെ നമ്മളെ ഇമോഷൻസ് ആണ്. ഇതൊന്നും എന്താണ് മാറ്ററിൽ പെടില്ല. മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു സ്മോൾ പാർട്ടിക്കിൾസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് മാറ്റർ എന്ന് പറയുന്നത്. ഇപ്പം ലവ്, ഇമോഷൻസ് അങ്ങനത്തെയൊക്കെ എന്താ സ്മോൾ പാർട്ടിക്കിൾ കൊണ്ട് ഉണ്ടാക്കിയതല്ലല്ലോ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മാറ്ററിൻ്റെ പ്രോപ്പർട്ടീസാണ്. അപ്പം നമ്മളിപ്പം പഠിച്ചു എല്ലാ മാറ്ററും ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ്, സ്മോൾ പാർട്ടിക്കിൾസ് കൊണ്ടാണ്. അതിനെന്താണ് കോമൺ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം എന്താണ് കൈനറ്റിക് തിയറീൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ കൈനറ്റിക് തിയറി എന്താണെന്നോ നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നുള്ളൂ. ഉയർന്ന ക്ലാസ്സുകളിൽ നിങ്ങൾ കേൾക്കാൻ സാധ്യതയുള്ള, അതായത് +1 ആ ഒരു മേഖലയിലൊക്കെ കേൾക്കാൻ പോകുന്ന ഒരു വേർഡാണ് കൈനറ്റിക് എനർജി, കൈനറ്റിക് തിയറി, ഇതൊക്കെ. അപ്പോൾ എന്താണ് പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ എല്ലാ മാറ്ററും ഉണ്ടാക്കിയിരിക്കുന്നത് സ്മോൾ പാർട്ടിക്കിൾസ് കൊണ്ടാണെന്ന്. അതുപോലെ തന്നെ എന്താണ് ആ പാർട്ടിക്കിൾസ് തമ്മിൽ സ്പേസ് ഉണ്ടാവും. പിന്നെ എന്താണ് ഇത് കണ്ടിന്യൂസ്ലി മൂവിങ് ആണ്. പിന്നെ എന്താണ് പാർട്ടിക്കിൾസ് ഒക്കെ അട്രാക്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. അതായത് ഒന്നുമില്ല, നമ്മളിപ്പം ആദ്യമേ കുറേ നേരമായില്ലേ നമ്മൾ പറയുന്നു ഈ മാറ്റർ എന്ന് പറയുന്നത് എന്താ സ്മോൾ പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പാർട്ടിക്കിൾസ് തമ്മിൽ എന്താണ് സ്മോൾ സ്പേസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ പാർട്ടിക്കിൾസ് എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് അടുത്തടുത്ത് നിൽക്കുന്ന പാർട്ടിക്കിൾസ് തമ്മിൽ എന്താണ് ഒരു അട്രാക്ഷൻ ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് ഒരു മാറ്ററിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇപ്പം നോക്ക്, നമുക്ക് എന്താണ് ഈ മാറ്റർ 3 ടൈപ്പാണ്. അതായത് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് നമ്മൾ മാറ്ററിനെ 3 സ്റ്റേറ്റസ് ആയിട്ട്. അപ്പോൾ എന്താണ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അപ്പോൾ സോളിഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടിക്കിൾസ് എല്ലാം എന്താണ് അടുത്തടുത്താണ് ഉണ്ടാവുക, കമ്പൈൻ ചെയ്തിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ എന്താണ് ഇവിടെ ചെറിയ സ്പേസ് ആണ് ഉണ്ടാവുള്ളൂ. സ്പേസ് എന്ന് പറയാൻ മാത്രമുള്ള സ്പേസ് ഉണ്ടാവില്ല. ഇവിടെ ലിക്വിഡിൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സ്പേസ് ഉണ്ടാവും. ഗ്യാസസ് എന്ന് പറഞ്ഞാൽ നല്ല എന്താണ് സ്പേസ് ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ എന്താണ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇത്രയും അതുപോലെ തന്നെ ഈ പാർട്ടിക്കിൾസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഒരു അട്രാക്ഷൻ ഉണ്ട്. ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനില്ല. ജസ്റ്റ് നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് +2ലാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ എന്താണ് ഈ പാർട്ടിക്കിൾസ് തമ്മിലൊക്കെ സ്പേസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ സ്പേസസ് നമുക്ക് നേക്കഡ് ആയിട്ടുള്ള, അതായത് നമ്മളെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ഈ മൈക്രോസ്കോപ്പിലൂടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഐസ് ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഐസ് ക്യൂബിൻ്റെ ഉള്ളിലുള്ള മോളിക്യൂൾസിനെ നമുക്ക് കാണാൻ പറ്റില്ല നമ്മളെ കണ്ണുകൊണ്ട്. നമ്മളിപ്പോൾ അതൊരു മൈക്രോസ്കോപ്പിലേക്ക് വെച്ച് കഴിഞ്ഞാലല്ലേ അതിൻ്റെ ഉള്ളിലുള്ള മോളിക്യൂൾസിനൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ, അതായത് പാർട്ടിക്കിൾസിനൊക്കെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ എന്താണ് നമുക്കറിയുന്ന കാര്യമാണല്ലോ മാറ്റർ എന്ന് പറയുന്നത് സ്മോൾ പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്പേസസ് ഒക്കെ ഉണ്ട് തമ്മിൽ. ഈ ഒരു ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് ബട്ട് പാർട്ടിക്കിൾസ് ഓഫ് അതർ മാറ്റർ ക്യാൻ ഗെറ്റ് ബിറ്റ്വീൻ ദീസ് സ്പേസസ്. അതായത് വേറെ മാറ്ററിൻ്റെ പാർട്ടിക്കിൾസ് നമുക്ക് ഈ സ്പേസിൽ ഇതാക്കാൻ പറ്റും, വോളിയം ഒന്നും ഇൻക്രീസ് ചെയ്യാതെ. അപ്പോൾ നമ്മൾ പറഞ്ഞു പാർട്ടിക്കിൾസ് എല്ലാം കണ്ടിന്യൂസ്ലി മൂവിങ് ആണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഡൗട്ട് ഉണ്ടാവും, ഈ പാർട്ടിക്കിൾസ് ഒക്കെ മൂവ് ചെയ്യുന്നത് ഏത് ടൈപ്പിലായിരിക്കും? ഇപ്പോൾ ഒരുപാട് തരത്തിലുള്ള മോഷനുണ്ട്. അപ്പം ഏത് ടൈപ്പ് ഓഫ് മോഷൻസിലായിരിക്കും പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നുണ്ടാവുക? അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടല്ലേ നിങ്ങളുടെ മനസ്സിൽ? 3 ടൈപ്പ് ഓഫ് മോഷൻ, അതായത് 3 ടൈപ്സ് ഓഫ് മോഷനിലാണ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുക. അതേതൊക്കെയാണ്? ട്രാൻസ്ലേറ്ററി മോഷൻ. അപ്പം എന്താണ് പണ്ട് ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണ കഥ നിങ്ങൾക്കറിയില്ലേ? അപ്പം എന്താണ് ഈ ആപ്പിള് മരത്തിൽ നിന്ന് എന്താണ് ഡയറക്റ്റ് ആയിട്ടല്ലേ വീഴുക, അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് മൂവ് ചെയ്യുക. അതുപോലെ തന്നെ പാർട്ടിക്കിൾസ് എന്താണ് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ലേറ്ററി മോഷൻ എന്ന് പറയുന്നത്. അതായത് ചേഞ്ചിങ് ഡയറക്ഷൻ വിത്തൗട്ട് എനർജി ഓൺ കൊളൈഡിങ് വിത്ത് അനദർ പാർട്ടിക്കിൾ ഓർ വാൾ ഓഫ് ദ കണ്ടെയ്നർ. അതായത് ഒരു കണ്ടെയ്നറിൽ എന്താ ചെയ്യുക, സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുക, എനർജിക്കൊന്നും ലോസ് ഇല്ലാതെ.
അതിനെയാണ് നമ്മൾ ട്രാൻസ്ലേറ്ററി മോഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ലേറ്ററി മോഷൻ എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും ഗ്യാസസിൽ, സോളിഡ്സിൽ എന്താണ് കുറവായിരിക്കും. സോളിഡ്സിൽ എന്തായിരിക്കും ട്രാൻസ്ലേറ്ററി മോഷൻ കുറവ്? അതിൻ്റെ പാർട്ടിക്കിൾസ് ഒക്കെ എന്താണ് അടുത്തടുത്താണുള്ളത്. നമ്മൾ കഴിഞ്ഞ ഫിഗറിൽ കണ്ടില്ലേ. അപ്പോൾ എന്താണ് അതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. ഗ്യാസസ് എന്ന് പറഞ്ഞാൽ എന്താണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെ. അടുത്തതായിട്ടുള്ളത് റൊട്ടേഷണൽ മോഷൻ. റൊട്ടേഷൻ മോഷൻ എന്താണെന്ന് അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്ന മോഷൻ. അപ്പോൾ എന്താണ് വെൻ പാർട്ടിക്കിൾസ് മൂവ് എറൗണ്ട് ദെയർ ഓൺ ആക്സിസ്, അതായത് അതിൻ്റെ ആക്സിസ് തന്നെ പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ അതിനെ പറയുന്നതാണ് എന്ത് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മൾ എർത്തിൻ്റെ റൊട്ടേഷന് സിമിലറായിട്ട് ആണ് ഈ റൊട്ടേഷൻ മോഷൻ എന്ന് പറയുന്നത്. ഇതെന്താണ് ലിക്വിഡ്സിലും ഗ്യാസസിലാണ് റൊട്ടേഷൻ മോഷൻ ഹൈ ആയിട്ടുണ്ടാവും. സോളിഡ്സിലും എന്താണ് ആസ് യൂഷ്വൽ കുറവായിരിക്കും. അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് ആ ഒരു രീതിയിലാണ്. അതുകൊണ്ടാണ് സോളിഡ്സിൽ റൊട്ടേഷൻ മോഷൻ കുറവും ഗ്യാസസിലും ലിക്വിഡിലും ഹൈ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അടുത്തതായിട്ടുള്ള മോഷൻ എന്ന് പറയുന്നത് വൈബ്രേഷൻ മോഷൻ. എന്താണ് ഈ വൈബ്രേഷൻ മോഷൻ? നമ്മൾ നെയിമിങ്ങിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഒരു തരം വൈബ്രേറ്റ് ചെയ്യുന്ന മോഷനെയാണ് നമ്മൾ വൈബ്രേഷൻ മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു മോഷൻ എന്ന് പറയുന്നത് സോളിഡ്സിലാണ് കൂടുതൽ. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റിജിഡ് സ്ട്രക്ചർ കൊണ്ട്, സോളിഡിൻ്റെ റിജിഡ് സ്ട്രക്ചർ കൊണ്ട് എന്താണ് വൈബ്രേഷൻ മോഷൻ എന്ന് പറയുന്നത് സോളിഡ്സിൽ കൂടുതലായിരിക്കും ആസ് കമ്പയർ ടു ഗ്യാസ് ആൻഡ് ലിക്വിഡ്. ഗ്യാസിനെയും ലിക്വിഡിനെയും കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ റിജിഡ് സ്ട്രക്ചർ എന്താണെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ സോളിഡ് എന്താണ്, ലിക്വിഡ് എന്താണ്, ഗ്യാസ് എന്താണെന്നുള്ള കാര്യം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലാവും. നമ്മൾ സോളിഡ് ലിക്വിഡ് ഗ്യാസിനെ പറ്റി പഠിക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് മാറ്റർ. നമ്മളിപ്പം ഈ മാറ്റർ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ 5 സെൻസ് ഓർഗൻസ് വെച്ചിട്ടാണ് നമ്മൾ തിരിച്ചറിയുക. നമ്മൾ ഏതൊക്കെയാണത്, ടേസ്റ്റ്, സ്മെല്ല്, ടച്ച്, ഇതൊക്കെ നമ്മൾ സെൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഹീറ്റ്, ഹിയർ, ഇതൊക്കെ. അപ്പം എന്താണ് ഇതൊക്കെ മെഷർ ചെയ്യുന്നത്, അതായത് നമ്മൾ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും മെഷർ ചെയ്യുന്നത് ഇതുപോലത്തെ മെഷർമെൻറ്റ് യൂസ് ചെയ്തിട്ടാണ്. മാസ്, ലെങ്ത്, ടെമ്പറേച്ചർ, വെയിറ്റ്, ഡെൻസിറ്റി, വോളിയം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്താണ് ഈ യഥാർത്ഥത്തിൽ മാസ്, വെയിറ്റ്, വോളിയം എന്നൊക്കെ പറയുന്നത്? ഇപ്പം എന്താണ് ഞാനിപ്പം മൂണിൽ നിന്നാലും എർത്തിൽ നിന്നാലും എൻ്റെ മാസിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവോ? നിങ്ങളൊന്ന് പറഞ്ഞേ. ഉണ്ടാവില്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സോളാർ സിസ്റ്റത്തിൻ്റെ എവിടെ പോയി കഴിഞ്ഞാലും മാസ് എന്ന് പറയുന്നത് ചേഞ്ച് ആവില്ല. അത് ഓൾവേസ് സെയിം ആയിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ വെയിറ്റ് ചേഞ്ച് ആവുമോ? വെയിറ്റ് ചേഞ്ച് ആവും. അപ്പോൾ വെയിറ്റ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ പറയാം? ഒരു ഒബ്ജക്റ്റ് എത്ര ഹെവി ആണെന്ന് പറയുന്നതാണ് വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വെയിറ്റ് എന്താണ്, മാസ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ എന്തായിരിക്കും വോളിയം എന്ന് പറയുന്നത്? ദ എമൗണ്ട് ഓഫ് സ്പേസ് ദാറ്റ് എൻ ഒബ്ജക്റ്റ് ടേക്ക് അപ്പ്. അതായത് എന്താണ്, ഒരു മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വെയിറ്റ് എന്ന് പറയുന്നത്. അതായത് എത്ര ഹെവിയാണ്, അതായത് ഒരു ബോഡി എത്ര ഹെവി ആണെന്ന് പറയുന്നതാണ് അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റിന് ആവശ്യമായ എമൗണ്ട് ഓഫ് സ്പേസിനെയാണ് നമ്മൾ വോളിയം എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ഓഫ് മാറ്റർ. അതായത് നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് സ്ഥലത്ത് നമ്മൾ എന്താണ് മാറ്ററിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ എന്താണ് ഒരു 3 ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഒരു ടാപ്പ് തുറന്നിടുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഇത് ലിക്വിഡ് ഫോമിലാണ് ഉള്ളത്. അതുപോലെ ഒരു ഐസ് ക്യൂബ് എന്തിൻ്റെ ഫോമിലാണ് ഉണ്ടാവുക? സോളിഡ് ഫോമിലാണ് ഉണ്ടാവുക. അപ്പം ഇതെന്താണ് നമ്മളിപ്പം ചായ ഉണ്ടാക്കുമ്പോൾ എന്താണ് ഇവിടെ എന്താണ് ഡ്രോപ്സ് ഉണ്ടാവും, വാട്ടർ ഡ്രോപ്സ് ഉണ്ടാവും. അപ്പോൾ ഇതെന്താണ് ഒരു ഗ്യാസസ് ഫോമിലേക്കാണ് പോകുന്നത്. അപ്പം എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ള മോളിക്യൂൾസ് എങ്ങനെയാണ് ഉണ്ടാവുക? ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അതായത് നമ്മൾ സോളിഡ്സിലുള്ള മോളിക്യൂൾസൊക്കെ ഇങ്ങനെ ബൈൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ലിക്വിഡ്സ് ആകുമ്പോൾ
കുറച്ചും കൂടി മോളിക്യൂൾസിന് ഫ്രീ ഉണ്ടാവും. ഗ്യാസസിലാണെങ്കിൽ ഫുൾ ഓഫ് ഫ്രീഡം ആയിരിക്കും പാർട്ടിക്കിൾസിന് ഉണ്ടാവുക. അപ്പോൾ എന്താണ്, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നുള്ളത് നോക്കാം. സോളിഡ്സിന് നമുക്ക് പറയാൻ പറ്റുന്ന എക്സാമ്പിൾസ് ആണ് എന്ത്, ബോള്, അതുപോലെ തന്നെ റുബിക്സ് ക്യൂബ്, വാച്ച്, ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് സോളിഡ്സിന് പറയാൻ പറ്റും. സോളിഡ്സിനെ പറ്റി പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ ഷേപ്പ് എങ്ങനെയാണ്, ഓരോന്നിനും അതിൻ്റേതായ ഒരു ഷേപ്പ് ഉണ്ട്. അപ്പം ഈ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്, സ്പിയർ ആണ്. അതുപോലെ ഈ ഒരു ഷേപ്പ് എന്താണ്, സ്ക്വയർ ഷേപ്പാണ്. ഇതെന്താണ്, ഇറഗുലർ ഷേപ്പാണ്. അപ്പം ഈ സോളിഡ്സിൻ്റെയൊക്കെ വോളിയം എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും, ഫിക്സഡ് ആണ്. അപ്പം എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നോക്ക്, നമ്മളൊരു സ്പിയറിൻ്റെ വോളിയമാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഈ രീതിയിലാണ് കണക്ക്. അതുപോലെ തന്നെ ക്യൂബ് ആവുമ്പോൾ അതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ഇപ്പം റെക്റ്റാങ്കിൾ പ്രിസം ആണെങ്കിൽ അതിന് വേറെ തന്നെ ഒരു ഇക്വേഷൻ ഉണ്ട്. അങ്ങനെ ഓരോന്നിൻ്റെയും വോളിയം കണ്ടുപിടിക്കാൻ അതിൻ്റേതായ ഇക്വേഷൻസ് ഉണ്ട്. നമ്മൾ വോളിയം എന്ന് പറയുന്നത് എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. അതായത് സോളിഡ്സിൽ ഒബ്ജക്റ്റിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. അതായത് നമ്മളിപ്പം എന്താണ്, ഈ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ വോളിയം കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ഈ ഒരു സോളിഡ്സ് കംപ്രസ് ചെയ്യാൻ പറ്റുമോ നമുക്ക്? ഈ സോളിഡ് എന്ന് പറയുന്നത് റിജിഡ് ആണോ? നമുക്ക് പറയാം സോളിഡ്സിന് എന്താണ്, ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, അതുപോലെ തന്നെ വോളിയം ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്, ലിക്വിഡ്സിനെയും ഗ്യാസസിനെക്കാട്ടും ഹാർഡറാണ് സോളിഡ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ ഒക്കെ വോളിയം നമ്മൾ കണ്ടെത്തുക എങ്ങനെയാണെന്ന് പറഞ്ഞു. ഈ ഒരു വാച്ചിൻ്റെ വോളിയം നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക? ഇനി ഇത് 9th സ്റ്റാൻഡേർഡിൽ നിങ്ങളൊരു പ്രിൻസിപ്പിൾ പഠിക്കാനുണ്ട്, ആൽക്കമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പ്രിൻസിപ്പിൾ എന്താണെന്ന് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇപ്പം പഠിക്കാനില്ല, 9th സ്റ്റാൻഡേർഡിലാണ് പഠിക്കാനുള്ളത്. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, വാച്ച് ഒരു ബീക്കറിൽ വെള്ളം എടുത്തതിൻ്റെ ശേഷം വാച്ച് ഇടുക. അപ്പോൾ വാച്ച് ഇടുന്ന സമയത്ത് ഈ വെള്ളം എന്ത് ചെയ്യും, പുറത്തേക്ക് പോകും. ആ പുറത്തേക്ക് പോകുന്ന വെള്ളവും ഈ ഒരു വാച്ചിൻ്റെ ഇതും കൂടി എന്താണ്, സെയിം ആയിരിക്കും വോളിയം. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വാച്ചിൻ്റെ വോളിയം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതെന്ന് മനസ്സിലായല്ലോ. റിജിഡ് എന്ന് പറയുന്നത് എന്താണ്, അതായത് റിജിഡ് എന്ന് പറയുന്നത് അൺബെൻഡിങ് ആണ്, അല്ലെങ്കിൽ ഇൻഫ്ലെക്സിബിൾ ആണ്. അതായത് നമുക്ക് എന്താണ്, ഈ സോളിഡ്സിനെയൊക്കെ നമുക്ക് എന്താ, നമ്മൾ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും നമുക്ക് പൊട്ടിക്കാൻ പറ്റില്ല. ഐ മീൻ ബെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. പൊട്ടിക്കാൻ ഇപ്പോൾ നമുക്ക് അടിച്ചു പൊട്ടിച്ചാൽ പൊട്ടിക്കാൻ പറ്റും, അതല്ല ഈ ബെൻഡ് ചെയ്യാനുള്ള നമുക്ക് കഴിയില്ല. ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ റിജിഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന വേറെ എന്ത് കാര്യമാണ് സോളിഡ്സിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം ഒരു സോളിഡ് സ്റ്റേറ്റിലുള്ള ഒരു വസ്തു നമ്മൾ, അതായത് ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഒരു കണ്ടെയ്നറിൽ ഇട്ട് കഴിഞ്ഞാൽ അത് സ്പേസ് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ. ഈ ഒരു പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇപ്പം നമ്മൾ ഒരു ഗ്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തു, ബോൾ ഇട്ടു. അപ്പോൾ ഇത് ഈ സോളിഡ് എന്ന് പറയുന്നത് ഈ കണ്ടെയ്നർ മൊത്തത്തിൽ ഫില്ല് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. അതും എന്താണ്, ഒരു സോളിഡിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ പഠിച്ചത് സോളിഡ്സിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിക്വിഡിൻ്റെ പ്രോപ്പർട്ടിയാണ്. അതായത് നമ്മളിപ്പം ലിക്വിഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഷേപ്പ്, കണ്ടെയ്നറിൻ്റെ ഷേപ്പ് അതെടുക്കും. അതേത് കണ്ടെയ്നറാണോ നമ്മൾ ഇതാക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു സ്പൂണിൽ എടുത്ത് കുടിക്കുന്ന നോക്ക്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു കണ്ടെയ്നറിൽ എടുത്തു കഴിഞ്ഞാൽ, ലിക്വിഡ്സ് നമ്മളൊരു കണ്ടെയ്നറിൽ എടുത്തു കഴിഞ്ഞാൽ വോളിയം സെയിം ആയിരിക്കുമോ? അതായത് ഡിഫറെൻറ്റ് കണ്ടെയ്നറിൽ എടുത്തു കഴിഞ്ഞാൽ ലിക്വിഡ്സിൻ്റെ വോളിയം സെയിം ആയിരിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഡിഫറെൻറ്റ് കണ്ടെയ്നറിൽ, നമ്മൾ ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള കണ്ടെയ്നറിൽ നമ്മൾ ലിക്വിഡ്സ് എടുത്തു കഴിഞ്ഞാൽ ലിക്വിഡിൻ്റെ വോളിയം എന്ത് ചെയ്യില്ല, ചേഞ്ച് ആവില്ല.
അതായത് ലിക്വിഡിന് എന്ന് പറയുന്നത് എന്താണ്, ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, പക്ഷേ എന്താണ് ഡെഫിനിറ്റ് ഷേപ്പില്ല. അതായത് നമ്മൾ കണ്ടെയ്നറിൽ ഏത് കണ്ടെയ്നറാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ലിക്വിഡിൻ്റെ ഷേപ്പ് മാറിക്കൊണ്ടിരിക്കും. ഈ ഒരു പ്രോപ്പർട്ടിയാണ് ലിക്വിഡിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി. ഫ്ലൂയിഡ്സിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്, ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്ലോ ഈസിലി, കണ്ടെയ്നറിൽ ഫ്ലോ ചെയ്യും ഈസിലി ആയിട്ട്. അതിനെ നമ്മൾ ഈ ലിക്വിഡ്സിനെ നമുക്ക് ഫ്ലൂയിഡ്സ് എന്ന് പറയാം. ഈ ഗ്യാസിനെയും നമുക്ക് എന്താ ഫ്ലൂയിഡ്സ് എന്ന് പറയും കേട്ടോ. അതുപോലെ തന്നെ എന്താണ്, നമ്മളെ കണ്ടെയ്നറിൻ്റെ ലോവർ പാർട്ടിലാണ് എന്തുണ്ടാവുക, ലിക്വിഡ്സ് അധികം ഉണ്ടാവുക. അപ്പം ഇതെന്താണ്, ഒരു ഫ്ലൂയിഡാണ്. അതായത് ഒരു കണ്ടെയ്നറിൻ്റെ ഉള്ളിലാണ് നമ്മൾ ലിക്വിഡ്സ് ഇട്ട് വെക്കുക. അതായത് നമുക്ക് എന്താണ്, ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സർഫസ് വേണം ലിക്വിഡിന് എന്ന് പറയും. അത് നമ്മൾ ഓപ്പൺ കണ്ടെയ്നറിലൊക്കെ നമ്മൾ ഇട്ട് വെക്കാറുണ്ട്. പക്ഷേ ഗ്യാസ് നമുക്ക് എന്താ ചെയ്യുക, ഓപ്പൺ കണ്ടെയ്നറിൽ നമുക്ക് ഇട്ട് വെക്കാൻ പറ്റില്ല. നമുക്ക് പറയാൻ പറ്റുന്ന എക്സാമ്പിൾസാണ് ലിക്വിഡിന് വാട്ടർ, മിൽക്ക്, ഇതൊക്കെ എന്താണ് ഒരു കോമൺ എക്സാമ്പിളാണ് ലിക്വിഡിന്. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളിപ്പം ഒരു ബോട്ടിലെടുത്ത് ഈ ബോട്ടിലിനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ലിക്വിഡ് കംപ്രസ് ആവുമോ? ബോട്ടിൽ കംപ്രസ് ആവും, പക്ഷേ ലിക്വിഡ് കംപ്രസ് ആവുമോ? അപ്പോൾ ഞാൻ വേറൊരു ബോട്ടിലെടുത്തു ഫുള്ള് വാട്ടറുള്ള, എന്നിട്ട് ഞാൻ കംപ്രസ് ചെയ്ത് നോക്കുമ്പോൾ കംപ്രസ് ആവുന്നുണ്ടോ? നിങ്ങളെ വീട്ടിലുള്ള ഒരു ബോട്ടിലെടുത്തിട്ട് ആദ്യം എന്ത് ചെയ്യുക, വെള്ളം നിറച്ചിട്ട് ഒന്ന് കംപ്രസ് ചെയ്ത് നോക്ക്. അപ്പോൾ ബോട്ടിൽ കംപ്രസ് ആവും. പക്ഷേ നിങ്ങൾ ഫുള്ള് വെള്ളം നിറച്ചിട്ട് കംപ്രസ് ചെയ്താൽ എന്താണ്, നിങ്ങളുടെ ബോട്ടിൽ കംപ്രസ് ആകുന്നുണ്ടോ? നിങ്ങളൊരു സൂപ്പർമാൻ ആയിട്ടാവണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കംപ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്താ കാരണം? ലിക്വിഡ് നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടായിരിക്കും ഇവിടെ നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റുന്നത്? അതായത് ഇവിടെ നമുക്ക് പകുതി വെള്ളവും പകുതി എയറുമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ബോട്ടിൽ കംപ്രസ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു ബോട്ടിൽ കംപ്രസ് ചെയ്യാൻ പറ്റാത്തത് ലിക്വിഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കംപ്രസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. സോളിഡ്സിൻ്റെയും ലിക്വിഡ്സിൻ്റെയും പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്യാസിൻ്റെയാണ്. ഗ്യാസ് എന്താണ്, അതിന് ഒരു ഫ്രീ സർഫസ് ഒന്നും ആവശ്യമില്ല. നമുക്കൊരു ക്ലോസ് കണ്ടെയ്നറിൽ നമ്മൾ ഇട്ട് വെക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഓപ്പൺ കണ്ടെയ്നറിലാണെങ്കിൽ ഗ്യാസ് എന്ത് ചെയ്യും, ഇവോപ്പറേറ്റ്, അതായത് എസ്കേപ്പ് ആയി പോവും. നമുക്കൊരു എക്സാമ്പിൾ പറയാൻ പറ്റുക, നമ്മളെ എയർ ടൈറ്റ് ഗ്യാസ് സിലിണ്ടേഴ്സൊക്കെ, പിന്നെ എന്താണ് കുക്കിംഗ് ഗ്യാസ്, LPG, അതുപോലെ തന്നെ എയർ ടൈറ്റ് മെറ്റൽ സിലിണ്ടേഴ്സ്, ഇതൊക്കെ എന്താണ് ഗ്യാസിന് എക്സാമ്പിളാണ്. അപ്പം ലിക്വിഡും ഗ്യാസസും എന്താണ്, ഫ്ലൂയിഡ്സ് ആണ്. അതായത് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്ലോവിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അതായത് ഒഴുകിപ്പോകുന്ന. അപ്പോൾ ഈ ഫ്ലൂയിഡിറ്റി കൊണ്ട് ലിക്വിഡും ഗ്യാസസും എന്ത് ചെയ്യും, അതിൻ്റെ ഷേപ്പ് മാറ്റിക്കൊണ്ട് വെക്കും ഔട്ട്സൈഡ് ഫോഴ്സിനനുസരിച്ച്. നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം, നമ്മളിപ്പം സ്റ്റാർസ് ഇല്ലേ, സ്റ്റാർസിൻ്റെ ഒക്കെ നമ്മൾ ഊതി വീർപ്പിച്ച് കഴിഞ്ഞാൽ സ്റ്റാറിൻ്റെ ഷേപ്പാവും. ഇപ്പം നമ്മളൊരു ബലൂൺ എടുക്കുന്ന സമയത്ത്, ബലൂൺ എന്ന് പറഞ്ഞാൽ സ്പിയർ ഷേപ്പ്. അപ്പോൾ നമ്മൾ അതിൽ ഗ്യാസ് ഇതാക്കി കഴിഞ്ഞാൽ ഗ്യാസ് എന്താകും, സ്പിയർ ഷേപ്പാവും. ലിക്വിഡിൻ്റെ കേസ് ആണെങ്കിൽ നമ്മളിപ്പം ഒരു സ്പൂണിലെടുക്കുന്നതും നമ്മളൊരു ഗ്ലാസ്സിലെടുക്കുന്ന ലിക്വിഡും ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ കണ്ടെയ്നറിനനുസരിച്ചിട്ട് അതിൻ്റെ ഷേപ്പ് മാറിക്കൊണ്ടിരിക്കും. ആ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇത്രയും നേരം നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് പറയാം. അതായത് നമുക്ക് റിവിഷൻ പോലെ, നമ്മൾ ഇന്നൊക്കെ പഠിച്ച കാര്യങ്ങൾ ഒരു റിവിഷൻ പോലെ നമുക്ക് പറയാം. അതായത് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്താണ്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ടെമ്പറേച്ചറിനെയും പ്രഷറിനെയും ഒക്കെ. ഇപ്പം അതുപോലെ തന്നെ 3 സ്റ്റേറ്റിലാണ് മാറ്റർ ഉള്ളത്. ഏതൊക്കെ സ്റ്റേറ്റാണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഇത് കമ്പയർ ചെയ്യുന്ന സമയത്ത് സോളിഡിന് എന്താണ്, ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്. പക്ഷേ ലിക്വിഡിനും ഗ്യാസിനും എന്താണ്, ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല. അത് നമുക്കറിയാമല്ലോ. അതായത് ഇതിന് ഫ്ലൂയിഡ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് എന്താണ്, ഇത് രണ്ടും ഏത് കണ്ടെയ്നറിലാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് അതിൻ്റെ ഷേപ്പ് മാറിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ എന്താണ്, ഡെഫിനിറ്റ് വോളിയം ഉണ്ട്. സോളിഡ്സിനൊക്കെ ഡെഫിനിറ്റ് വോളിയം ഉണ്ട്. നമ്മൾ എക്സാമ്പിൾ വെച്ച് നോക്കിയില്ലേ.
അപ്പോൾ എന്താണ്, എല്ലാ പാർട്ടിക്കിളും ക്ലോസ്ഡ് ആയിട്ട് ഒരു റെഗുലർ പാറ്റേണിലാണ് സോളിഡ്സിലുള്ളത്. നോക്കുക, എല്ലാം അടുപ്പിച്ചടുപ്പിച്ചിട്ടല്ലേ ഉള്ളത്. പക്ഷേ ലിക്വിഡ് എത്തുന്ന സമയത്ത് എന്താണ്, ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, പക്ഷേ എന്താ, ഡെഫിനിറ്റ് ഷേപ്പില്ല. പിന്നെയെന്ന് വെച്ചാൽ പാർട്ടിക്കിൾസ് എല്ലാം എന്താണ്, എല്ലാം ഒന്നിച്ചിട്ട് ടൈറ്റായിട്ട് തന്നെയാണ് ഉള്ളത്. പക്ഷേ എന്താണ്, ഒന്നിൻ്റെ മേലെയായിട്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലാവും. അതുപോലെ തന്നെ ഗ്യാസിൻ്റെ സ്റ്റേജിൽ നമ്മൾ എന്താണ്, പാർട്ടിക്കിൾസ് ഒക്കെ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ടാണ് ഉള്ളത്. അതായത് അതിന് മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലാണ്. ഈ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് ഒന്നും കൂടി പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും, ആ ഒരു കാര്യമാണ് നമുക്ക് നോക്കുന്നത്. പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഓർമ്മിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം മാത്രം നിങ്ങളൊന്ന് ഓർമ്മിച്ചാൽ മതി. അതായത് സിംപ്ലിഫൈ നോട്ട്സ്. നിങ്ങൾക്ക് നേരത്തെ തന്ന നോട്ടിനെക്കാട്ടും ഒന്നും കൂടി സിംപ്ലിഫൈ ആയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ എന്താണ്, ലിക്വിഡ്, ഗ്യാസ്, സോളിഡ്. അപ്പം സോളിഡ് എന്ന് പറഞ്ഞാൽ റിജിഡാണ്. എന്താണ് റിജിഡ് എന്ന് പറഞ്ഞാൽ, അൺബ്രേക്കബിൾ ആണ്. അൺബ്രേക്കബിൾ അല്ല, ബെൻഡിങ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. അതുപോലെ തന്നെ ലിക്വിഡ് എന്താണ്, റിജിഡ് അല്ല. ഗ്യാസും റിജിഡ് അല്ല. സോളിഡ്സിന് എന്താണ്, ഫിക്സഡ് ഷേപ്പ് ഉണ്ട്. പക്ഷേ ലിക്വിഡിന് ഗ്യാസിനും ഇല്ല. നമ്മുടെ സോളിഡിനും ലിക്വിഡിനും ഫിക്സഡ് വോളിയം ഉണ്ട്, ഗ്യാസിനില്ല. ഇനി നിങ്ങൾ മറക്കോ ഇത്? ഇല്ലല്ലോ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ ഇത്തരത്തിലൊരു ഫിഗർ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു എക്സ്പെരിമെൻ്റാണ് പറയുന്നത്. അവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് എന്താണെന്ന് ആദ്യം നോക്കാം. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കണ്ടെയ്നർ എടുക്കുക. ആ കണ്ടെയ്നറിൽ പകുതിയിൽ വെള്ളം എടുക്കുക, അതായത് വാട്ടർ എടുക്കുക. അപ്പോൾ വാട്ടർ എടുത്തതിൻ്റെ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ത്രെഡിൽ സ്റ്റോണ് കെട്ടിയിട്ടിട്ട് വെള്ളത്തിലേക്ക് താഴ്ത്തുക. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുക, അവിടുത്തെ വാട്ടർ ലെവലിൽ എന്താണ് സംഭവിക്കുക, വാട്ടർ ലെവൽ എന്താണ്, മേലോട്ടേക്ക് വരും. അതെന്തുകൊണ്ടാണ്, അതായത് ഇവിടെ ഈ ഒരു സ്റ്റോണിന് നിലനിൽക്കാൻ ഒരു സ്പേസ് വേണമല്ലോ. അതായത് എല്ലാ മാറ്ററിനും എന്താണ്, സ്പേസ് വേണം. അപ്പോൾ ഈ ഒരു സ്റ്റോണിന് നിലനിൽക്കേണ്ട സ്പേസ് ഇതെടുക്കുന്നതുകൊണ്ട് വാട്ടർ ലെവൽ എന്ത് ചെയ്യും, മേലോട്ടേക്ക് പോകും. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലായില്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഇതുപോലെ വാട്ടറിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടബ്ലർ ഇട്ടാൽ എന്താണ് സംഭവിക്കുക. അപ്പോൾ അന്നേരം എന്ത് ചെയ്യും, നമ്മളെ വാട്ടർ ലെവൽ കൂടും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം കയറുമോ? ഇല്ലല്ലോ. എന്താ കാരണം, ഇതിൻ്റെ അകത്ത് എന്താണ്, നമ്മളെ എയർ ഉണ്ട്. അപ്പോൾ എയറിന് നിലനിൽക്കാൻ അതിനൊരു സ്പേസ് വേണം. അപ്പോൾ എന്താണ്, ഈ ഒരു രീതിയിലാണ് ഈ ഒരു എക്സ്പെരിമെൻ്റ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ബോട്ടലിൻ്റെ കാര്യം പറഞ്ഞില്ല, ബോട്ടിൽ നമ്മൾ ഹാഫ് വെള്ളം എടുത്തപ്പോൾ എന്താണ്, കംപ്രസ് ചെയ്യാൻ പറ്റിയില്ലേ നമ്മൾക്ക്, അതുപോലെ തന്നെ ഈ ഒരു കാര്യം. അപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.